Hallelujah. Welcome together today as we praise the Lord together. Yes. Okay. ഇന്ന് രാത്രി നാം ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുന്ന ദിവസത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. It's just like being next door with all of you today. ഇന്നൊക്കെ നിങ്ങളുടെയൊക്കെ തൊട്ടു മുമ്പിൽ ഇരിക്കുന്ന പോലെ, വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന പോലെയാണ് ഈ മീറ്റിംഗ് കൊണ്ട് ഫീൽ ചെയ്യുന്നത്. Thank you. Thank you. Yes. We have been discussing a kingdom mindset. We have been given inheritance as sons and daughters of God. We are God's inheritance as well. നമ്മൾ ദൈവരാജ്യത്തിന്റെ അവകാശത്തെ കുറിച്ച് സംസാരിച്ചു, ദൈവരാജ്യത്തിന്റെ മൈൻഡ് സെറ്റിനെ കുറിച്ച് സംസാരിച്ചു. ഈ ദൈവരാജ്യത്തിന്റെ മൈൻഡ് സെറ്റും അവകാശവും സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ദൈവത്തിന്റെ അവകാശത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ദൈവത്തിന്റെ അവകാശം എന്ന് പറയുന്നത് നമ്മളാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ മക്കളാക്കി ദത്തെടുത്ത് വെച്ചേക്കുവാണ്. അപ്പൊ ദൈവം എന്ന് പറയുന്നത് ദൈവത്തിന്റെ അവകാശം നമ്മളാണ്. ദൈവത്തിന് എന്തെങ്കിലും ഭൂമിയിൽ കാണിക്കാനുണ്ടെങ്കിൽ നമ്മളാണ് ഏറ്റവും വലിയ അവകാശം എന്ന് പറയുന്നത്. വില കൊടുത്ത് വാങ്ങിയതാണ്. നമുക്കുള്ള അവകാശത്തെ കുറിച്ച് നമ്മൾ നേരിയ രീതിയിൽ സംസാരിച്ചു പോയി. അതുകൂടാതെ ദൈവത്തിന്റെ മൈൻഡ് സെറ്റ്, നമ്മുടെ മൈൻഡ് സെറ്റ്, ദൈവരാജ്യത്തിൽ വേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു തുടങ്ങുകയാണല്ലോ. We discussed the heart of a son and daughter of God. We looked at the oneness that compels us to manifest God's love to the world around us. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളോട് ദൈവത്തിന്റെ മനസ്സ്, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഹൃദയം എന്താണെന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കി പെരുമാറാനും അതനുസരിച്ച് ആളുകളെ നേടാനും ഒക്കെയുള്ള കാര്യത്തെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നത്. In this session, we want to discuss God's kingdom come, His will be done, and what kingdom describes in the life of believers. ഇന്ന് നമ്മൾ ചെറുതായിട്ട് തൊടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പറയുന്ന ആ ഭാഗത്ത് നിന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കേണ്ടത്, എന്തൊക്കെയാണ് നടക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ചെറിയ രീതിയിലുള്ള ഔട്ട്ലൈനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കാനായിട്ട് പോകുന്നത്. Ephesians chapter 1 verses 17 to 18. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17 തൊട്ട് 20 വരെ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം തൊട്ട് 20-ാം വാക്യം വരെ. എഫേസ്യർ 1-ന്റെ 17 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ ഞങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങൾ ഹൃദയ സൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ അവർ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉറപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിൽ അത്യുന്നത മീതെ ഇരുത്തുകയും സർവവും അവന്റെ കൽക്കിലാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്ന നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. Okay. Ezekiel chapter 46 verse 16. എസെക്കിയേൽ പുസ്തകം 46-ാം അധ്യായം 16-ാം വാക്യം. എസെക്കിയേൽ ചാപ്റ്റർ 46 verse 16. 46-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, പ്രഭു തന്റെ പുത്രന്മാരിൽ ഒരുത്തന് ഒരു ദാനം കൊടുക്കുന്നുവെങ്കിൽ അത് അവന്റെ അവകാശമായി അവന്റെ പുത്രന്മാർക്കുള്ളതായിരിക്കണം. അത് അവകാശമായി അവരുടെ കൈവശം ഇരിക്കണം. God, compelled by love, has given us His glory to be His redeeming light to this world. ഈ വീണ്ടെടുക്കുവാൻ ആവശ്യമായ അല്ലെങ്കിൽ വീണ്ടെടുപ്പിന്റെ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള വെളിച്ചങ്ങളായിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ വിഭാവനം ചെയ്യുന്നത്. We are God's inheritance to return to Him that He has given to us as we faithfully show forth His praise to a fallen world. ഈ വീണ ലോകത്ത്, താണ ലോകത്ത് നമ്മളെ എങ്ങനെയാണ് ദൈവം ഉപയോഗിക്കുന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പം സ്വാഭാവിക 16-ാം വാക്യം യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു, പ്രഭു തന്റെ പുത്രന്മാരിൽ ഒരുത്തന് ദാനം കൊടുക്കുന്നുവെങ്കിൽ അത് അവന്റെ അവകാശമായി അവന്റെ പുത്രന്മാർക്കുള്ളതായിരിക്കണം. അത് അവകാശമായി അവരുടെ കൈവശം ഇരിക്കണം എന്ന വാക്യത്തിനനുസരിച്ച് സ്വാഭാവികമായിട്ട് നമുക്കും ചില കാര്യങ്ങളിൽ എന്തുണ്ട്, അവകാശങ്ങളുണ്ട്, നേടേണ്ടതുണ്ട്,
ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചും ബോധ്യം നമുക്ക് വരികയാണ്. Romans chapter 15, verse 29. റോമാലേഖനം ചാപ്റ്റർ 15 വേഴ്സ് 29, 15-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം. റോമാലേഖനം 15-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം. ഈ വാക്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒക്കെ നമ്മൾ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുത്താൽ ഒന്നുകൂടെ ഒക്കെ ഒന്ന് ഇതാക്കി എടുത്താൽ നന്നായിരിക്കും. റോമാലേഖനം 15-ാം അധ്യായം 29-ാം വാക്യം. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിന്റെ അനുഗ്രഹ പൂർത്തിയോടെ വരുമെന്ന് ഞാൻ അറിയുന്നു. നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഞാൻ വരുന്നത് സാധാരണ രീതിയിലല്ല, ക്രിസ്തുവിന്റെ അനുഗ്രഹത്തിന്റെ സകല പൂർത്തിയിലുമാണ് ഞാൻ വരുന്നത്. ഓക്കെ. God's word suggests that his people, and even Paul the apostle, could walk in something less than the full measure of Christ. ഇവിടെ ദൈവം, നമുക്കറിയാവുന്ന വാക്യം, ദൈവം തന്റെ ഭക്തന്മാരുടെ നന്മ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ആ നന്മ ആഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് പൗലോസ് തന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന പ്രകാരമാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിന്റെ അനുഗ്രഹ പൂർത്തിയോടെ വരും എന്ന് പറഞ്ഞാൽ, എനിക്ക് അനുഗ്രഹം എന്ന് പറയുന്നതിന് എന്തൊക്കെ പാരാമീറ്റേഴ്സിൽ എടുക്കാൻ പറ്റുമോ അതിന്റെ എല്ലാം പൂർത്തീകരണത്തിലാണ് വരുന്നത്. അല്ലാതെ അരേ മുറിയായിട്ടല്ല ഞാൻ വരുന്നത്, അനുഭവിച്ചനായിട്ട് അതിന്റെ സാക്ഷ്യത്തിലാണ് ഞാൻ വരുന്നത്. Many followers of Christ have not experienced the abundant life of Christ that he sent and died to give. അപ്പം ഇതിനകത്ത് രസകരമായ കാര്യം വെച്ചാൽ, ക്രിസ്തുവിനെ ഇന്ന് ലോകത്ത് നിരവധി ആളുകൾ അനുയായികളായിട്ടുണ്ടെങ്കിൽ പോലും അനുഗ്രഹ പൂർത്തി എന്ന് പറയുന്ന കാര്യത്തിനകത്ത് അവരെല്ലാം ഏത് തലത്തിൽ എത്തിയിരിക്കുന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അനുഗ്രഹ പൂർത്തി എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ കോടിക്കണക്കിന് രൂപ അക്കൗണ്ടിൽ വരുന്നതെന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞ ആ കാര്യത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു വരുന്നത്, സമ്പൂർണ്ണ അനുഗ്രഹത്തിന്റെ ബലത്തിൽ അല്ലെ ആ ഒരു അർത്ഥത്തിൽ എത്ര പേർക്ക് കൃത്യമായ അനുഗ്രഹത്തിന്റെ വ്യാപ്തി അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. Because they don't possess the revelation of what kingdom describes. അതിന്റെ അർത്ഥം ദൈവരാജ്യം അവരോട് പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന, കരുതി വെച്ചിരിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് അവരതിനെക്കുറിച്ച് ബോധ്യവാന്മാരല്ല എന്ന് സാരം. God has given us an inheritance, but we are God's inheritance as well. നമ്മൾ രണ്ട് രീതിയിൽ ചിന്തിക്കണം. ദൈവത്തിൽ നമുക്ക് എന്തുണ്ട്? ഒരു അവകാശമുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിന് നമ്മിലും എന്തുണ്ട്? അവകാശം. എന്ന് പറഞ്ഞാൽ നമ്മളാണ് ദൈവത്തിന്റെ അവകാശം. തിരിച്ച് നമുക്ക് ദൈവത്തിൽ വേറൊരു അവകാശവും ലഭ്യമാകാനുണ്ട്. God's word says to know what the hope of his calling is, the glory of his inheritance in the saints. നമ്മൾ എഫേസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം 17-18 വാക്യങ്ങൾ, അത് വിളിയാലുള്ള ആശ ഇന്നതെന്ന് ആ ഭാഗത്ത് വായിക്കുമ്പോൾ കൃത്യമായിട്ട് ദൈവത്തിന് നമ്മളിൽ എന്തുണ്ട്? ഒരു ഇൻഹെറിറ്റൻസ് ഉണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ചും കൂടെ ബോധ്യമായി വരുന്നുണ്ട് അവിടെ. If someone would ask you, what is the kingdom of God today? When is the kingdom? Where can it be found? What would you say? ഇന്ന് ആരെങ്കിലും നമ്മളോട് ചോദിക്കണം, ദൈവരാജ്യം എവിടെയാണ്, എവിടെ ഉണ്ട്, അത് എങ്ങനെയാണ്, എങ്ങനെ ഇരിക്കും എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്താണ് അതിന് പറയുക? ശരിക്കും പറഞ്ഞാൽ Luke chapter 17, verses 20 to 21. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങൾ. നമുക്ക് സ്ഥിരമായി ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ച വാക്യമാണ് 20-21 വാക്യം. ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരിശുദ്ധന്മാർ ചോദിച്ചതിന്, ദൈവരാജ്യം കാണത്തക്കമല്ല വരുന്നത്, ഇതാ അവിടെയെന്നും അതാ ഇവിടെയെന്നും പറയുകയില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. Luke chapter 12, verse 32. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം വായിക്കുമ്പം, Luke chapter 12 verse 32. Chapter 12. 32. അതിന്റെ 32-ാം വാക്യം, 12-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം പറയുമ്പം, ചെറിയ ആട്ടിൻകുട്ടമേ ഭയപ്പെടരുത്, നിങ്ങളെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. The gospel of the kingdom is God's heart desire for us to experience his kingdom in our lives. ഈ ദൈവരാജ്യം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യം. എന്നാലും ഞാൻ പറയണം, ദൈവത്തിന്റെ ഹിതം,
ദൈവത്തിന്റെ ഗവൺമെന്റ്, ദൈവത്തിന്റെ സംവിധാനം ഭൂമിയിൽ ഭരിക്കപ്പെടാൻ ആവശ്യമായ സാധ്യത നമുക്ക് അല്ലെ നമ്മളിൽ കൂടി ദൈവം തരുന്നു എന്നാണ് ഈ വാക്യം നാം മനസ്സിലാക്കുന്നത്. Amen. John 10, Amen. verses 9 to 10. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 9-10 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 9-10 വാക്യങ്ങൾ. അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്. മോഷ്ടിപ്പാനും നമുക്കറിയാം, അതിന്റെ വാക്യം അറിയാവുന്ന, ഞാൻ വാതിലാകുന്നു, എന്നിൽ കൂടെ കടക്കുന്ന രക്ഷപ്പെടും, അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത്. Jesus describes the kingdom of God as an abundant life. He said we would have more than enough and abundancy living in the kingdom of God. യേശുക്രിസ്തു പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും ആ ജീവൻ എന്ത് ചെയ്യണം? സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ സ്വാഭാവിക അർത്ഥം എന്ന് പറയുന്നത് സമൃദ്ധമായ ജീവനാണ്. അതെല്ലാ അർത്ഥത്തിലും സമൃദ്ധമായ ജീവനെ കുറിച്ചാണ് വേദപുസ്തകം നമ്മൾ സംസാരിക്കുന്നത്. Yes. Luke chapter 12, verse 31. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന് 31-ാം വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം. അവന്റെ രാജ്യം അന്വേഷിപ്പീൻ, അതോടുകൂടെ നിങ്ങൾക്ക് ഇതും കിട്ടും. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. What does it mean to seek God's righteousness, his kingdom, and his righteousness? സ്വാഭാവികം നമുക്കറിയാം, മുമ്പ് അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് വേദപുസ്തകം അർത്ഥമാക്കുന്നത്? As followers of Christ, the kingdom of God and his righteousness involves giving 100% authority to God to rule in our relationships, family, finances, ministries, businesses, and all things. അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് പറയുന്നിടത്ത് നമ്മൾ യഥാർത്ഥമായി ലളിതമായി മനസ്സിലാക്കുന്നതാണ്, അത് ദൈവത്തിന്റെ ഗവൺമെന്റ് ആണ്, ദൈവത്തിന്റെ ഭരണസ്വാധീനമാണ്. ആ ദൈവത്തിന്റെ ഭരണസ്വാധീനം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ സഭകളിൽ, നമ്മുടെ മിനിസ്ട്രിയിൽ, നമ്മുടെ എല്ലാ മേഖലകളും ദൈവത്തിന് സമ്പൂർണമായ കൺട്രോൾ ഉള്ള ഒരു ജീവിതമായി മാറുക എന്നുള്ളതാണ് മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക എന്ന് വന്നതുകൊണ്ട് സാധാരണ രീതിയിൽ അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ലളിതമായി അർത്ഥമാക്കുന്നത്. We put our life in the hands of God, submitting to 100% of God's authority in our lives to see his kingdom come and his will be done. അങ്ങനെ പൂർണ്ണമായി ദൈവത്തിന്റെ ഹിതത്തിന് നമ്മുടെ ബിസിനസ്സുകൾ, കുടുംബം, ബന്ധങ്ങൾ, നമ്മുടെ മറ്റെല്ലാ രീതികളും ഒക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ദൈവത്തിന്റെ ഗവൺമെന്റ് ഈ നാം ആയിരിക്കുന്ന മേഖലകളിൽ പ്രവർത്തിക്കുകയും അത് സാക്ഷ്യമായി നമുക്ക് മാറുകയും ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. Listen very closely. വളരെ ശ്രദ്ധിച്ച് നമ്മളൊന്ന് പരിശോധിക്കാം. Kingdom is God's jurisdiction in our lives. രാജ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭരണസ്വാധീനമുള്ള ഏരിയ, അല്ലെങ്കിൽ രാജാവിന്റെ ഭരണസ്വാധീനമുള്ള പ്രദേശമാണ്. His jurisdiction in our lives is as much as we give him authority to rule over our life. സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ, അല്ലെങ്കിൽ നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ശുശ്രൂഷയിലൊക്കെ എത്രത്തോളം നമുക്ക് ദൈവത്തിന് വേണ്ടി നമ്മുടെ പ്രദേശത്തെ ഭരിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വിഷയങ്ങളെ ഭരിക്കാനായിട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കാൻ കഴിയുമോ, അതിനനുസരിച്ചായിരിക്കും ദൈവത്തിന്റെ ഭരണത്തിന്റെ ഇഫക്റ്റും അവിടെ ഉണ്ടാകാൻ പോകുന്നത്. The definition of jurisdiction. രാജ്യത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, അതിന്റെ ഭരണ പ്രദേശം എന്ന് പറയുന്നതിന്റെ വിവർത്തനം എന്ന് പറയുന്നത്, it is a legal term that refers to the authority granted to a legal authority to enact authority. ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് ഒരു രാജാവിന് ലഭിക്കുന്ന നിയമപരമായ ഭരണപരമായ അവകാശത്തെയാണ് സ്വാഭാവികമായിട്ട് രാജ്യത്വം അല്ലെങ്കിൽ രാജ്യം എന്നൊക്കെ പറയുന്നത്. ആ പ്രത്യേക ഭരണപ്രദേശത്ത് അല്ലെങ്കിൽ ആ ഏരിയയിലൊക്കെ ഭരിക്കാൻ ആവശ്യമായ നിയമപരമായ
ലഭ്യതയെ കൂടിയാണ് ഈ രാജ്യം എന്ന് പറയുന്നതിന്റെ അർത്ഥത്തിൽ നാം മനസ്സിലാക്കുന്നത്. A kingdom mindset is God's righteousness, not us being right, but having heaven's righteousness that Christ gave. അതുപോലെ നമ്മൾ ഇന്നലെ ചിന്തിച്ചതാണ് ഈ കാര്യം. ദൈവരാജ്യത്തിലെ നീതി എന്ന് പറയുന്നത് നമ്മുടെ നീതിയല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ല. ദൈവം എങ്ങനെയാണ് ഒരു കാര്യത്തെ കാണുന്നത്, ദൈവം എങ്ങനെയായിരിക്കും ഒരു മനുഷ്യനെ മനസ്സിലാക്കുന്നത്, ദൈവത്തിന്റെ നീതി എങ്ങനെയായിരിക്കും ഒരാളുടെ വിഷയത്തിൽ ഇടപെടുന്നത് എന്നുള്ള കാര്യവും നാം ക്രിസ്തുവിൽ കൂടിയാണ് എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യേണ്ടത്, സെറ്റ് ചെയ്യേണ്ടത്. God's righteousness is having a kingdom mindset of Christ's redemptive work in our lives and others. സ്വാഭാവികമായിട്ട് ഈ മൈൻഡ് സെറ്റ് മനസ്സിലാകുമ്പോഴാണ് ക്രിസ്തുവിന്റെ ഈ പറയുന്ന രക്ഷാ പദ്ധതിയിൽ നമുക്ക് ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ പറ്റുന്നത്. Kingdom is his 100% in our lives to rule, govern our lives by his love and grace. ദൈവത്തിന്റെ കൃപയാലും സ്നേഹത്താലും ഈ പരിപൂർണമായ അധികാര പരിധിയിൽ നിൽക്കാനായിട്ടും ആ അധികാര പരിധിയിൽ നമ്മൾ നിന്നുകൊണ്ട് തന്നെ ദൈവരാജ്യത്തിന്റെ വക്താക്കളാകുവാനുമായിട്ടും ഒക്കെ ശ്രമിക്കുന്ന ഒരു മൈൻഡ് സെറ്റിലാണ് ഈ പദ്ധതി എന്ത് ചെയ്യുന്നത് വിജയകരമായിട്ട് മുമ്പോട്ട് പോകുന്നത്. God's heaven comes to earth through us as we understand what God's kingdom describes. ദൈവരാജ്യം എന്താണ് വിവക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായി നാം മനസ്സിലാക്കുമ്പോഴാണ് സ്വർഗത്തിലെ പോലെ സകല കാര്യങ്ങളും ഭൂമിയിലും നടപടിയാകുന്നത്. It is a heart that is completely ruled by the King of the kingdom as we submit and give him all authority and power to our lives. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഈ രാജാവിനെ പരിപൂർണമായി വാഴുവാനുള്ള അധികാരം നാം വിട്ടുകൊടുക്കുമ്പോഴാണ് ദൈവരാജ്യത്തിന്റെ പ്രകടനം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചു കാണുക. That describes in a believer's life. അങ്ങനെയാണ് ഒരു ദൈവരാജ്യത്തിന്റെ പ്രകടനം ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ, ജീവിതത്തിൽ സംഭവിക്കുന്നത്. Remember, we ask, where is the kingdom? It is within us. What is the kingdom? Go ahead. ഓക്കെ, ഈ എന്താണ്, എവിടെയാണ് രാജ്യം ചോദിച്ചാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. അത് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. ഓക്കെ, what is the kingdom? It's a jurisdiction. എന്താണ് രാജ്യം? It's a jurisdiction of God's 100% authority in our lives as we submit to his authority. എന്താണ് രാജ്യം? റൈറ്റ്. എന്താണ് രാജ്യം എന്ന് ചോദിച്ചാൽ ആ രാജ്യം സ്വാഭാവികമായി ദൈവത്തിന്റെ അധികാര നിയന്ത്രണത്തിന് കീഴിൽ വരുന്ന ഭൂപ്രദേശമാണ് എന്ന് പറയുന്നത്. രാജ്യം എന്ന് പറയുന്ന ആ രാജ്യത്തിൽ ഞാനും നിങ്ങളും ഒക്കെ അംഗമാണെന്ന കാര്യത്തെക്കുറിച്ചും നമ്മൾക്ക് പ്രാഥമികമായിട്ട് അറിയാം, നമുക്കറിയാവുന്ന കാര്യമാണത്. Submitting to his authority, manifesting God's kingdom will come, its will to be done through us. അപ്പൊ അങ്ങനെ ദൈവരാജ്യത്തിന്റെ വക്താക്കളായി 100% നിൽക്കുമ്പം അതിന്റെ മൈൻഡ് സെറ്റ് നമ്മുടെ തലയിലോട്ട് കയറുമ്പം സ്വാഭാവികമായിട്ട് സ്വർഗത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഭൂമിയിൽ നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. His kingdom jurisdiction only functions in our lives in as much authority we give God to rule over our lives. നമ്മളെ ഭരിക്കാൻ ദൈവത്തിന് നമ്മൾ അധികാരം കൊടുക്കാത്തതിലും കാലം പ്രാഥമികമായിട്ട് ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ നിലവുകളെയും നമ്മുടെ ഭവനങ്ങളെയും ഒക്കെ സ്വാഭാവികമായിട്ട് ദൈവത്തിന്റെ കൺട്രോളിലാക്കാൻ നാം അനുവാദം കൊടുക്കാത്ത പക്ഷം ബാക്കി ഒന്നും ദൈവത്തിനൊന്നും ചെയ്യാനായിട്ട് പറ്റുകയില്ല എന്നുള്ള കാര്യവും നമുക്ക് പ്രാഥമികമായിട്ട് അറിയാൻ പറ്റും. Yes, let me say it again. His kingdom jurisdiction only functions in our lives in as much authority we give God to rule for our lives. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് എത്രമാത്രം സ്വാതന്ത്ര്യം നാം കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും ദൈവരാജ്യത്തിന്റെ എന്ത് ചെയ്യുന്നത് അനുഗ്രഹങ്ങളുടെ സമ്പൂർണത നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംശയിക്കേണ്ട കാര്യമില്ല. അങ്ങനെയായിരിക്കും കാര്യങ്ങൾ നടക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ആത്യന്തികമായിട്ട് അറിയാവുന്ന കാര്യമാണ്. Thy kingdom come, thy will be done in us is the culture of his kingdom that represents him through our lives to the world around us. നമുക്ക് ചുറ്റുപാടുമുള്ള ഈ ഭൂമുഖത്തെ മൊത്തം മാറ്റിമറിക്കുന്ന രീതിയിൽ സ്വാഭാവികമായി ദൈവരാജ്യത്തിന്റെ സംസ്കാരം വഹിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും
അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. Kingdom social culture is supposed to be evident in all our daily activities and lives. നമ്മുടെ ഓരോ ദിനംപ്രതിയുള്ള ജീവിതത്തിലും സ്വാഭാവികമായിട്ട് ദൈവരാജ്യത്തിന്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളുകളായി ജീവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന വിഷയങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം, നമ്മുടെ ഇടപെടലുകളും ഒക്കെ ഈ മൈൻഡ് സെറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കൂടിയാണ്. We mentioned earlier that these sessions that we have the full measure of the blessings of Christ, it only manifests in our lives as we will walk in an appropriate relationship with our God. ദൈവമായിട്ട് കൃത്യമായ ഒരു ബന്ധത്തിൽ നാം പോകുമ്പോൾ മാത്രമേ ഈ പറഞ്ഞ അനുഗ്രഹത്തിന്റെ പൂർത്തീകരണം സംഭവിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന കാര്യമാണ്. Our relationship with our God, in which we cry, Abba, Father, describes his kingdom's rule in our hearts of a close, intimate relationship we have with our God. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളും ഉണ്ടാകുന്ന വ്യക്തിപരമായ അഭേദ്യമായ വളരെ തീവ്രമായ ഒരു ബന്ധത്തെയാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ബന്ധത്തിലാണ് നമ്മുടെ മേൽ കർത്താവിന്റെ വാഴുവാനുള്ള അധികാരം ലഭിക്കുന്നത്. ആ അധികാരം നമ്മളിൽ വാഴുന്നതനുസരിച്ചാണ് സമൂഹത്തിലും ഒക്കെ അതിന്റെ പ്രകടനം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ സംസാരിച്ചു വന്നത്. Galatians 4 verses 3 to 7. ഗലാത്യ ലേഖനം chapter 4 yes 3 to 7. Galatians 4 3 to 7. 3 to 7. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 3 തൊട്ട് 7-ാം വാക്യം മുതൽ. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 3 തൊട്ട് 7 വരെ. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്നും ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിൽ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. Our relationship that we have with the God of the universe displays a kingdom of light and love that God's restoration has brought us out of darkness into his marvelous light. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു എന്ന് നമ്മൾ വായിച്ചതാണ്, മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ദൈവത്തിന് ഇതിനെല്ലാം എന്തുകൊണ്ട് കൃത്യമായ പദ്ധതി ഉണ്ടെന്നും കൂടെ നാം മനസ്സിലാക്കണം. First Peter chapter 2 verse 9. 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. When we are in right relationship with God, he extends his kingdom, his rulership through our lives to have dominion to rule the earth as we give him jurisdiction in all our endeavors. സ്വാഭാവികം നമുക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് വാഴുകയും ഈ പറയുന്ന ഭരണപരമായ അധികാരം കുറെ കൂടെ വിശാലമാകുകയും അങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ദൈവരാജ്യത്തിന് പ്രവർത്തനം എത്തുകയും ദൈവം വാഴുകയും ചെയ്യുന്ന ഒരു മഹത്തരമായ വിശ്വാസത്തെക്കുറിച്ചാണ്, പ്രതീക്ഷയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ദർശനത്തിലാണ് നാം ജീവിച്ചു പോകുന്നത്. Yes, listen very closely. A kingdom mindset is not making ourselves the object of the promises of God, but to be the conduit or vessel that displays God's goodness and presence to the world around us. ദൈവരാജ്യത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് ഞാൻ എന്തൊക്കെയോ ആയി, എനിക്ക് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നടന്നു വന്നതിനേക്കാൾ ഉപരി എന്നിൽ കൂടി അല്ലെങ്കിൽ ജനിക്കുന്ന നമ്മളും ഓരോ പ്രദേശത്താക്കി വെച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് കൃത്യമായ ഒരു പദ്ധതി ഉണ്ടെന്നും ആ പദ്ധതി നിർവഹിക്കാനായിട്ട് നമ്മൾ ഭൂമിയിൽ വന്നിരിക്കുന്നതെന്നും നമ്മളിൽ കൂടിയാണ് ആ പദ്ധതികൾ ആ പ്രദേശത്ത് അല്ലെ കുടുംബത്തിലായി ആ രാജ്യത്തൊക്കെ നടക്കേണ്ടതെന്നുള്ള ബോധ്യത്തിൽ അതിന് കൃത്യമായ പാത്രങ്ങളായി വർത്തിക്കുക എന്നുള്ളതാണ് ദൈവരാജ്യത്ത് നമ്മുടെ ജോലി എന്ന് പറയുന്നത്. There will always be a sifting
before a shifting from our self-centered religion to his light and life, manifesting our Redeemer, Jesus Christ. എന്തെങ്കിലുമൊക്കെ പണിതും ഒക്കെ കാണിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പേരും പെരുമയൊക്കെ ഉണ്ടാക്കുന്ന സ്വാഭാവിക മതപരമായ ചിന്തയേക്കാൾ അപ്പുറമായിട്ട് നമുക്ക് ഈ ലോകത്ത് കൃത്യമായ ഒരു പദ്ധതി ഉണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ബോധ്യത്തിലാണ് ദൈവരാജ്യത്തിന്റെ പഠനം, ജീവിതം, സംസ്കാരം ഒക്കെ മുമ്പോട്ട് പോകുന്നത്. Romans chapter 8, verse 29 to 30. റോമാലേഖനം 8-ാം അധ്യായം 29-ാം വാക്യത്തിൽ, റോമാലേഖനം 8-ാം അധ്യായം 29 തൊട്ടുള്ള വാക്യം. റോമാലേഖനം 8-ാം അധ്യായം 29 തൊട്ടുള്ള വാക്യങ്ങൾ. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രരിൽ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. So what does kingdom describe? One's heart that is completely ruled by the King of the kingdom of heaven, as we submit and give him all authority and power to rule our lives. നമ്മൾ ഒന്നുകൂടെ പറയുന്നു, നാം പൂർണ്ണമായി ദൈവരാജ്യത്തിന്റെ വക്താക്കളാകാനായിട്ട് നമ്മുടെ ശരീരങ്ങളെയും നിലവുകളെയും ചിന്തകളെയും അല്ലെങ്കിൽ സ്വപ്നങ്ങളെയും ഒക്കെ കർത്താവിന്റെ അധികാര പരിധിയിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അങ്ങനെ രാജ്യത്തിന്റെ ഈ ഭരണപരമായ ഭൂപ്രദേശം കുറെ കൂടെ വിപുലമാക്കുകയും ദൈവരാജ്യത്തിന്റെ വക്താക്കളായി ഒക്കെ ജീവിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ അതിന്റെ പ്രതിഫലനമൊക്കെ ഉണ്ടാകുന്നത്. The kingdom of God on earth is God's rulership within the hearts and spirits of all believers. ദൈവരാജ്യത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ വിശ്വാസികളായ ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന്റെ ഭരണം എത്തുക എന്നുള്ള ആ കോൺസെപ്റ്റിലാണ് ഇതൊക്കെ നടക്കുന്നത്. അങ്ങനെയാണ് ഈ അനുഗ്രഹത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്ന ഭാഗവും നടപ്പിൽ വരുന്നത്. The kingdom of heaven comes to earth as we display God's rulership in our lives to impact earthly environments around us. നമ്മുടെ ചുറ്റുപാട്, നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ ദൈവരാജ്യത്തിന്റെ സംസ്കാരം അത് കൃത്യമായി പ്രകടിപ്പിക്കുകയും അത് കൃത്യമായി ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ പ്രദേശത്ത് അത് സന്ദേശമാക്കി അല്ലെങ്കിൽ അത് കാണത്തക്കവണ്ണം അത് പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ഇൻഫ്ലുവൻസ് ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നത്. Christ's kingdom is not made up of only truth seekers, but made up of kingdom citizens who are followers of Christ and display Christ's likeness to one another and all mankind. എന്ന് പറഞ്ഞാൽ സത്യാന്വേഷികൾ എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. നമ്മുടെയൊക്കെ വിശ്വാസികൾ സത്യാന്വേഷണം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അന്വേഷിച്ച് ഇങ്ങനെ നടക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന സത്യം അന്വേഷിച്ചു, സത്യം കണ്ടെത്തി, ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ രാജ്യത്തിന്റെ എന്ത് ചെയ്യണം? സിറ്റിസൺസ് ആയിട്ട്, ഈ രാജ്യത്തിന്റെ പൗരന്മാരായിട്ട് ജീവിച്ചു കാണിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഭാഗം. Wherever God has stationed us or assigned to us, wherever our influence reaches, we bring the kingdom of God there. നമുക്ക് സ്വാധീനമുള്ള എല്ലാ സ്ഥലത്തേക്കും ദൈവരാജ്യത്തിന്റെ ഭരണപരമായ ഭൂപ്രദേശമായി അതിനെ എത്തിക്കുക എന്നുള്ളതും കൂടെ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. Jesus said, "Go into all the world and say the kingdom of God has come." യേശുക്രിസ്തു പറഞ്ഞ ഭൂലോകയുടെ അറ്റത്തോളം പോയിട്ട് എന്ത് പ്രസംഗിക്കണം? ഇതാ ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നു എന്ന് ചെയ്യണം, നിങ്ങൾ പ്രസംഗിക്കണം. നമുക്ക് പറ്റാവുന്ന ഇടങ്ങളിലൊക്കെ പോകുക, ഇത് ഇൻഫ്ലുവൻസ് അവിടെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. Amen. Do we carry the revelation of the true power of the gospel of the kingdom in all our life today? ഇന്ന് നമ്മൾ അങ്ങനെയാണോ ജീവിച്ചു പോകുന്നുള്ള കാര്യം കൂടെ നമ്മൾ ഇന്ന് രാത്രി ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നാം ആയിരിക്കുന്നിടത്ത്, ലഭിക്കുന്ന എല്ലാ സ്ഥലത്തും, നമുക്ക് പറ്റുന്ന എല്ലാ സ്ഥലത്തും അത് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ അത് ഒന്നുകൂടെ പുതുക്കത്തിൽ ചെയ്യേണ്ടത് ആവശ്യമാണെന്നും കൂടെ ഓർപ്പിക്കുക. It's in knowing how much authority we give him to rule this life. നമ്മൾ ദൈവരാജ്യത്തെ കുറിച്ച് വളരെ വിശദമായൊക്കെ സംസാരിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഈ രാജ്യത്തിന് എന്ത് പ്രസക്തിയുണ്ട്, ഈ രാജ്യത്തിന് എത്രത്തോളം നമ്മൾ അധികാരം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്, എത്രത്തോളം ഒക്കെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ അധികാര പരിധി ഉണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മുടെ ബോധ്യം എന്താണ്, നമ്മൾ ദൈവമുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്ന കാര്യത്തെക്കുറിച്ചും ഇന്ന് രാത്രി ഒരു വിചിന്തനം ആവശ്യമാണെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്.
We are to live in the wisdom and knowledge, revelation to the knowledge of him, and know the areas where we have not given Christ full authority there. നമ്മളായിരിക്കുന്ന പ്രദേശത്തൊക്കെ ദൈവത്തിന്റെ പ്രവർത്തനത്തിന്, ദൈവത്തിന് ഇടപെടലിന് കൊടുക്കുന്ന പരിപൂർണമായ സ്വാതന്ത്ര്യത്തിലാണ് നാം വർത്തിക്കേണ്ട കാര്യത്തിലുള്ള ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്. Yes, Psalms 149 verse 4 says, "For the Lord takes pleasure in his people. He will beautify the humble with salvation." സങ്കീർത്തനം 149 4 വാക്യം, സങ്കീർത്തനം 149 4 വാക്യം, യഹോവ തന്റെ ജനത്തിൽ പ്രസാദിക്കുന്നു, താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും. അപ്പം യഹോവ തന്റെ ജനത്തിൽ പ്രസാദിക്കുന്നുണ്ട്, താഴ്മയുള്ള അവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കുന്ന വാക്യത്തിന്റെ അർത്ഥവും നമുക്കറിയാം. വായിക്കും. ഓക്കെ. As we live in a kingdom mindset and see with our spiritual eyes, this determines how life and how we behave. ദൈവരാജ്യത്തിന്റെ പ്രവർത്തനത്തിൽ നാം ആയിരിക്കുന്നതിനേക്കാൾ എത്ര അധികം നമ്മൾ ഈ കാര്യത്തിലൊക്കെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു, എത്രത്തോളം ദൈവത്തിന് സ്വാധീനം കൊടുക്കുന്നു, എത്രത്തോളം ദൈവരാജ്യത്തിന്റെ വക്താക്കളായി നിൽക്കുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വിചിന്തനം ഇന്ന് രാത്രി ആവശ്യമെന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. With the awareness of kingdom, it's in place in front of everything else. It adds to the expression, beliefs, and behavior of every believer. ദൈവരാജ്യത്തിന്റെ വക്താക്കളാകുക എന്ന് പറയുന്ന തരത്തിൽ സംസ്കാരം മാത്രമല്ല, നമ്മുടെ വിശ്വാസം മാത്രമല്ല, നമ്മുടെ സ്വഭാവം മാത്രമല്ല, നമ്മുടെ ചിന്തകളും ഒക്കെ അതിന് രൂപപ്പെട്ട രീതിയിൽ, അതിന് പറ്റിയ രീതിയിൽ ക്രമീകരിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് ദൈവരാജ്യത്തിന്റെ ഇടപെടൽ എന്ന് പറയുന്നത്. To have a kingdom mindset and kingdom culture in view, it is to know that God's intent was to have his heart, our hearts, fully given and ruled by the King Jesus. രാജാവായ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വാഴുന്ന ഒരു സന്ദർഭത്തിലേക്ക്, ആശയത്തിലേക്ക് നാം വരുമ്പം നമ്മുടെ മൈൻഡ് സെറ്റ് മാത്രമല്ല, നമ്മുടെ ചിന്തകൾ മാത്രമല്ല, നമ്മുടെ നിരൂപണങ്ങൾ മാത്രമല്ല, നമ്മുടെ സ്വപ്നങ്ങൾ മാത്രമല്ല, നമ്മുടെ വിശ്വാസങ്ങൾ മാത്രമല്ല, സകലമായ ഏരിയയിലും രാജ്യത്തിന്റെ പ്രതിഫലനം ഉണ്ടാകണമെന്നും കൂടെ രാത്രി ഞാൻ ഓർപ്പിക്കുകയാണ്. God's kingdom come, his will to be done on earth as in heaven. അങ്ങനെ രാജ്യം വരണമേ, അങ്ങനെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. In as much as we define kingdom as just getting along with everyone, we will never walk in the full measure of the messenger of Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രവർത്തനത്തെ, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ പ്രോജക്റ്റിനകത്ത് നമ്മൾ ഇൻവോൾവ് ആയി നിൽക്കുമ്പം, സ്വാഭാവികമായിട്ട് അവന്റെ സന്ദേശവാഹകരായിട്ട് മുമ്പോട്ട് പോകുമ്പം നമ്മൾ അതിൽ എത്രത്തോളം എന്താണ് ഈ വിധ കാര്യങ്ങളിൽ കൃത്യമായി ഇരിക്കുന്ന കാര്യം കൂടെ ഒരു ഇമ്പോർട്ടന്റ് ആയുള്ള ഭാഗമാണ്. As we grow in the wisdom and knowledge of Christ, we receive the revelation of what kingdom describes in the hope of his calling in us who believe. വിശ്വസിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിക്കുന്ന വലിയ ഈ ദൈവശക്തിയിലും ഈ പ്രത്യാശയിലും ഈ സ്നേഹത്തിലും ഒക്കെ കൃത്യമായി ഒരു പ്രകടനം ഉണ്ടാകാനും അതിന്റെ ഒരു പ്രതിഫലം ഉണ്ടാകാനും അപ്രകാരം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നമ്മളാലാവും വിധം അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ദൈവരാജ്യത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ സംസ്കാരത്തെ കുറിച്ച് ഇടപെടലെ കുറിച്ച് സംസാരിക്കുവാനും പ്രതിഫലനം നടത്തുവാനും ജീവിച്ചു കാണിക്കാനും ഒക്കെ ദൈവം നമുക്ക് എന്ത് ചെയ്യണം, സാഹചര്യങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. As we grow in giving God's full jurisdiction of his authority in our lives, the kingdom of God comes near to all mankind. സ്വാഭാവികമായിട്ട് നമ്മളിത് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുകയും നമ്മൾ അതിനകത്ത് അനുഗ്രഹിക്കപ്പെടുകയും നമ്മൾ നിലനിൽക്കുകയും ചെയ്യുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ അടുത്ത് എത്തിയെങ്കിൽ തൊട്ടടുത്ത് തന്നെ അടുത്തവന്റെ തൊട്ടടുത്ത് തന്നെ എത്തിക്കഴിഞ്ഞു നമ്മൾ മനസ്സിലാക്കണം. വെച്ചാൽ ഇത് നമ്മളിൽ എത്തുമ്പോൾ തൊട്ടടുത്തേക്ക് ഇത് എത്തിയെന്ന കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല. നമ്മൾ തൊട്ടടുത്തേക്ക് അടുത്ത ഒരാളുടെ അടുത്തേക്ക് നമ്മൾ ഇത് എത്തിച്ചിരിക്കുന്നതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. The full measures of Christ only manifests in our lives as we walk in an appropriate relationship with our God and with one another as kingdom citizens. അതിന് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ക്രിസ്തുവുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധത്തിൽ പോകുന്നതോടൊപ്പം തന്നെ
സമവിശ്വാസികളും മറ്റുള്ളവരോടും കൂടെ ഏക മനസ്സിൽ സഞ്ചരിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികം എന്താ സംഭവിച്ചു ചോദിച്ചാൽ നമ്മൾക്ക് ലഭ്യമായത് തൊട്ടടുത്തുള്ള ഭാഗത്തേക്ക് ലഭ്യമായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, അവർക്ക് ലഭിച്ചു എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. കാരണം നമ്മളെ കിട്ടിയാൽ തൊട്ടടുത്ത് പോയിരിക്കും. Remember Romans chapter 15:29 that says, "But I know that when I come to you, I shall come in the fullness of the blessings of the gospel of Christ." നമ്മൾ റോമാലേഖനത്തിൽ വായിച്ച പ്രകാരമാണ് ക്രിസ്തുവിന്റെ അനുഗ്രഹത്തിന്റെ പൂർത്തീകരണമായി സമ്പൂർണതയിൽ എന്ന് പറഞ്ഞാൽ അതെന്തും ആയിക്കോട്ടെ, അത് ആത്മാവിലുള്ളതായിക്കോട്ടെ, ഭൗതികമായിട്ടെ, മാനസികമായിക്കോട്ടെ, ഇമോഷണൽ ആയിട്ട്, ഏത് കാര്യത്തിലായിക്കോട്ടെ, അതിന് സമ്പൂർണമായ ഒരു ലെവലിലാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നത് എന്ന് പറയുന്നിടത്ത് എപ്രകാരമുള്ള അനുഭവത്തിലായിരിക്കണം ഒരു വിശ്വാസി ജീവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവൻ ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ എന്ന കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ബോധ്യമാകണം. A heart that is completely ruled by the King of the kingdom, as we submit and give him all authority and power to rule our lives, that describes kingdom. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അധികാരപരിധി, ദൈവത്തിന്റെ ഭരണപരമായ സ്വാധീനത്തിന്റെ പരിധി എന്ന് പറയുന്നത് അത് വിശാലമാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വിശാലമാക്കാനായിട്ട് നമ്മുടെ ഒക്കെ ഹൃദയങ്ങൾ, സ്വപ്നങ്ങൾ, ഭവനങ്ങൾ, ശുശ്രൂഷകളൊക്കെ കർത്താവിന്റെ വാഴ്ചയുടെ ഇടങ്ങളാക്കി മാറട്ടെ എന്നും കൂടെ ഇന്ന് രാത്രി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. We can only minister the kingdom of God to others from the extent that we have experienced his authority in our lives in those areas that we have given him authority to. ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു ആശയത്തിന്റെ പ്രകടനമല്ല, മറിച്ച് ഒരു ജീവിതത്തിന്റെ സാക്ഷ്യത്തിന്റെ പ്രതിഫലമാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിനകത്ത് വന്നെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ വന്നെങ്കിൽ മാത്രമേ അടുത്ത അതിരിലേക്ക് അത് വരത്തുള്ളൂ, അടുത്ത കുടുംബത്തിലേക്ക് അത് പോകത്തുള്ളൂ, അടുത്ത ഗ്രാമത്തിലേക്ക് അത് പോകത്തുള്ളൂ, അടുത്ത പട്ടണത്തിലേക്ക് അത് പോകത്തുള്ളൂ. അപ്പം നമ്മളിൽ സ്ഥാപിക്കപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. Last scripture, Mark chapter 1 verses 14. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. മർക്കോസ് 1:14 വാക്യം. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. Verse 15. 15-ാം വാക്യം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. Repentance always comes before the refreshing of the presence of God. God's kingdom come, his will to be done in our lives today. ഇതൊരു രക്ഷാ സന്ദേശത്തിന് ആവശ്യമായ വാക്യമാണെങ്കിൽ പോലും ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്ന ഈ ആംഗിളിൽ നിന്നാണ്. ഏതെങ്കിലും ഭാഗത്ത് നമുക്കൊരു മാനസാന്തരം ആവശ്യമാണെങ്കിൽ അതിനുള്ള സമയമായിട്ട് ഈ രാത്രി മാറട്ടെ എന്നും കൂടി ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഏതെങ്കിലും ഭാഗത്ത് ഈ ദൈവരാജ്യത്തിന്റെ പ്രവർത്തനത്തിന് എന്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ കുറവുകളോ കുഴപ്പങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മാനസാന്തരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മനം മാറ്റത്തിലേക്കൊക്കെ വരട്ടെ എന്നും കൂടെ നമ്മളെല്ലാവരോടും ദൈവാത്മാവ് സംസാരിക്കുന്നതായിട്ട് ഞാൻ വിവക്ഷിക്കുകയാണ്, ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. Amen. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father, we look to you today ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. to reveal to us those areas we have not given you full authority to rule. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ സ്വഭാവത്തിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ ചിന്തകളിൽ ഏതെങ്കിലും ഒക്കെ ഭാഗത്ത് അങ്ങേ ഭരിക്കാനുള്ള അവകാശം ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആ ഭാഗം കൂടെ തുറന്നു കൊടുക്കാനായിട്ട് ഞങ്ങൾ ഹൃദയങ്ങളോട് സംസാരിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. As your Holy Spirit reveals to us those areas, we repent for not submitting to your full authority and giving those to you. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അത് കൃത്യമായി പകരുന്ന രീതിയിൽ ഹൃദയങ്ങളോട് സംസാരിക്കുകയും ഞങ്ങൾ അതിനനുസരിച്ച് ഒരുങ്ങുകയും അതിനനുസരിച്ച് മുമ്പോട്ട് പോകാനൊക്കെ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. Today we receive your forgiveness and we are grateful for your mercy extended to our lives right now. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളോട് കാണിക്കുകയും ചെയ്യുന്ന മഹാകരുണയ്ക്ക് നന്ദി പറയുന്നു. ഈ ദിവസങ്ങൾ അപ്രകാരം തന്നെ ജീവിച്ച് മുമ്പോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണം. Thank you for the revelation of kingdom that describes a relationship with you and with one another.
നമ്മൾ കർത്താവെ അങ്ങും ഞങ്ങളുമായുള്ള ബന്ധവും അതുപോലെ തന്നെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധവും ഒക്കെ ഈ ദൈവരാജ്യത്തിന്റെ മീൻസ് പ്രസിദ്ധമാക്കലിന് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സുവിശേഷീകരണത്തിനൊക്കെ ആവശ്യമാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെയുള്ള ഈ ഒരു യാത്രയിലാണ് സ്വർഗത്തിലെ സകലവിധമായ നന്മകളുടെ സമ്പൂർണ്ണതയിലും ഞങ്ങൾ ജീവിക്കേണ്ടതിനെ കുറിച്ചും ഞങ്ങൾക്ക് വ്യക്തമാക്കിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. Today we walk in the true gospel power as you reveal to us your extent of love to our lives, understanding more about kingdom. കർത്താവെ, ഈ ദിവസങ്ങളിൽ ദൈവരാജ്യത്തെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും അതനുസരിച്ച് ജീവിതങ്ങളെ ക്രമീകരിക്കാനും മുമ്പോട്ട് പോകാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. Heavenly Father, we pray in Jesus' name. Amen. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ പിതാവേ. Amen. 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 Comments, questions, dialogue. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ക്ലാസ് അനുഗ്രഹമാണ്. നമ്മുടെ ദൈവരാജ്യത്തെ കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാകണം. അത് മറ്റുള്ളവരിലേക്ക് പകരാൻ നമ്മൾ വളരെയധികമായി ശ്രദ്ധിക്കണം എന്നുള്ള ഭാഗമൊക്കെ വളരെ പ്രധാനപ്പെടുന്നുണ്ട്. Right. He's so happy that classes are giving him more insight and strength and encouragement to go further in this journey in the kingdom of God. God bless you. Amen. 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 ദൈവരാജ്യത്തെ കുറിച്ച് ഉള്ള അനുഗ്രഹത്തിന്റെ നമ്മിലേക്ക് കിട്ടുന്നത് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള ദൈവം നമ്മളിൽ തന്നിരിക്കുന്ന ഒരു ടാലന്റ് ആയിട്ട് അത് കാണുവാൻ ഇന്നത്തെ ഒരു മെസ്സേജ് എന്നെ വളരെ സന്തോഷിപ്പിച്ചു. അതിനോടൊപ്പം തന്നെ റോമാലേഖനം 15:29 പൗലോസ് പറയുന്ന കാര്യം വളരെ സന്തോഷിപ്പിക്കുവാനിടയായി. ദൈവത്തിന്റെ സകല അനുഗ്രഹത്തോടും കൂടെ തന്നെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നു. അപ്പം റോമിലേക്ക് പൗലോസ് ചെല്ലുന്നത് ദൈവത്തിന്റെ സകലവിധ അനുഗ്രഹത്താലും എന്ന് പറയുമ്പോൾ റോമിലേക്ക് പൗലോസോട് തോട്ടത്തിൽ കാണുന്നത് കയ്യിൽ ചങ്ങല ധരിച്ചവനായിട്ട്, ബന്ധിക്കപ്പെട്ടവനായിട്ട്, പിടിക്കപ്പെട്ടവനായിട്ട് അവിടെ ചെല്ലുമ്പോൾ ആത്മീയ തലത്തിൽ അത് കാണുന്നത് ദൈവത്തിന്റെ ഏറ്റവും മോസ്റ്റ് പവറായിട്ട്, അതുപോലെ തന്നെ ദൈവത്തിന്റെ സകലവിധ അനുഗ്രഹത്താലും ചെല്ലുന്ന ഒരു പൗലോസിനെ. Bless you. He says that, and as Paul says that, I want to come to you with the fullness of his blessings. So basically, it's really challenging and inspiring that God wants to see all of his people really blessed in all measures. So he's so happy to say that he is getting charged, getting inspired, getting motivated to study more and be a practical citizen in the kingdom of God. Amen. Praise God. Amen. Bless you. Hallelujah. So, God bless you, man of God. Amen. Appreciate you.